നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദമിശ്രണങ്ങളൊന്നുമില്ലാതെ സംഭവസ്ഥലത്ത് നിങ്ങൾ നേരിട്ട് നിൽക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ചിത്രീകരണം. ഇതാ കണ്ടു നോക്കൂ. ഇത് പാലക്കാട് മലമ്പുഴ റൂട്ടിലെ മാട്ടുമന്ത ജംഗ്ഷൻ. ഇവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി റോട്ടിലൂടെ വെള്ളം പാഴായിക്കൊണ്ടിരുന്നു. ഇങ്ങനെ വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് 6 മാസം തുടർന്നു. ഇതേ തുടർന്ന് ഈ റിപ്പോർട്ട് ഇതേ ചാനലിൽ നൽകിയിരുന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അധികൃതരെത്തി കുടിവെള്ള പൈപ്പ് ശരിയാക്കി. ഇപ്പോൾ ഇതിലെ വെള്ളം പോകുന്നില്ല. അധികൃതർക്കും പ്രത്യേകം ചാനലിൻ്റെ പേരിലും ഈ നാട്ടുകാരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കുടിവെള്ളം വന്നിരുന്ന വഴി നമ്മളന്ന് പോയിരുന്നു. എവിടെ നിന്നാണ് കുടിവെള്ളം വന്നിരുന്നത്, പൈപ്പ് പൊട്ടിയത് എന്ന് അന്വേഷിച്ച് നമ്മൾ പോയിരുന്നു. ആ വഴിയിലൂടെ വീണ്ടും നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇവിടെയായിരുന്നു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയത്. ഇവിടെ നിന്ന് ഒഴുകിയാണ് മാട്ടുമന്ത ജംഗ്ഷനിലേക്ക് വെള്ളം വന്നിരുന്നത്. ചുരുങ്ങിയത് ഒരു മാസം മേലെയായി ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട്. കുറേ കാലമായി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം PWD നമ്മുടെ റോഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്താണ് ഇവിടെ അമൃത പദ്ധതി വന്നത്. ആ പദ്ധതിയിലാണ് ഈ ലൈന് ഇട്ടത്. ഇട്ടതിന് ശേഷം വീണ്ടും പൈപ്പ് നേരാക്കാതെ കുറേ കടന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പൈപ്പ് നേരാക്കിയ ശേഷം റോഡിൻ്റെ തലേ ദിവസമാണ് ഈ പൈപ്പ് വന്ന് നേരാക്കിയത്. അത് കാരണം കൊണ്ട് PWD റോഡ് തന്നെ നിർത്തലാക്കിയിട്ട് രണ്ട് സൈഡ് PWD റോഡ് വർക്ക് ചെയ്തു. അതാണ് ഈ പോർഷൻ കംപ്ലീറ്റ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 മാസമായി. അപ്പോൾ അതിലുപരി ഈ ഇടയ്ക്കാണ് ഈ പൈപ്പ് പൊട്ടിയത് മാറ്റിയത്. ആ മാറ്റിയതിന് ശേഷം ഈ വീട്ടിൽ കണക്ഷൻ അടക്കം കട്ട് ചെയ്തിട്ട് പോയി. ആ വീട്ടിൽ ഇപ്പോൾ കുടിവെള്ളമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഒരു 2 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ പൊട്ടിയത് നേരാക്കിയത്. അത് നേരാക്കിയത് അടുത്ത വീട്ടിലെ കണക്ഷൻ അടക്കം കട്ട് ചെയ്തിട്ട് പോയി. ഇപ്പോൾ അവർ കാശ് കൊടുത്ത് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് പൊട്ടിയത് നേരെയാക്കിയപ്പോൾ അടുത്ത വീട്ടിലത്തെ കണക്ഷൻ കട്ടായി. അപ്പോൾ അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചിലവാക്കിയിട്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ട ഗതിയാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ആ വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഒരു ഗുണം ചെയ്തതിന് ഇരട്ടി ഒരു വീട്ടുകാർക്ക് ദോഷമായിട്ട് വന്നു. അതെ, തീർച്ചയായിട്ടും. താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് മുരളീധരൻ. ഇവിടെ പൊട്ടിയ കുടിവെള്ള പൈപ്പ് ശരിയാക്കിയെങ്കിലും തൊട്ടടുത്ത വീട്ടിലത്തെ പൈപ്പ് കണക്ഷൻ കട്ടായി. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ സ്വന്തമായിട്ട് പൈസ ചിലവാക്കി കണക്ഷൻ എടുക്കണമെന്നായി എന്നാണ് പറയപ്പെടുന്നത്.
ഇവിടെ കുടിവെള്ള പൈപ്പ് നന്നാക്കിയപ്പോൾ തൊട്ട വീട്ടിലെ ചന്ദ്രൻ്റെ വീട്ടിലെ കുടിവെള്ള പൈപ്പിൻ്റെ കണക്ഷൻ കട്ടായിരിക്കുകയാണ്. അപ്പോൾ അധികൃതരോട് പറഞ്ഞപ്പോൾ അധികൃതർ എന്താണ് പറഞ്ഞതെന്നുള്ളത് ചന്ദ്രൻ പറയുന്നതായിരിക്കും. എന്താണ് പറഞ്ഞത് കണക്ഷൻ പൊട്ടിയപ്പോൾ? ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ലീക്ക് ഉണ്ടായിരുന്നതിനെ അടയ്ക്കുകയും ഞങ്ങളുടെ കണക്ഷൻ വാട്ടർ കണക്ഷനെ അവർ ഇല്ലാതാക്കുകയും ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതെന്താണ് അതിലെ കംപ്ലൈൻറ്റ് എന്ന് പറയുകയോ ഒന്നും ചെയ്യാതെ അത് അടച്ചു വെച്ച് പോവുകയും ചെയ്തു. അടുത്ത ദിവസം പമ്പ് തുറക്കുന്ന ആൾ വന്നിട്ട് ചോദിച്ചു വെള്ളം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വെള്ളം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ അതിൽ ലീക്കാണ് അവർ അടച്ചിട്ട് പോയിരിക്കുന്നത്. അതായത് ഇനി നിങ്ങൾ സെൽഫായിട്ട് ലൈസൻസ്ഡ് പ്ലംബറെ വിളിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, അതിന് പൈസയും നൽകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ അത് നിയമവശം ഉണ്ടോ എന്നറിയില്ല. അതെന്തുകൊണ്ട് അങ്ങനെ? അത് അധികൃതരെ അനാസ്ഥയല്ല. അവർ ലീക്ക് അടച്ചപ്പോൾ നിങ്ങളുടെ കണക്ഷൻ പോയത് അവരുടെ അനാസ്ഥയല്ലേ? അതുകൊണ്ട് അവർ ചെയ്തു തരേണ്ടതല്ലേ? എങ്കിലും വേണമല്ലോ വീട്ടിൽ. ഞാൻ വാടകയ്ക്കാണ്. അടുത്ത കടയിലോ മറ്റു സ്ഥലത്തോ പറയണം ഇവർ എന്നുള്ള വിവരം പറയണമായിരുന്നു. ഇത് അതുപോലും പറയാതെ അടച്ചുപോയി. ഇന്ന് 4ാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ വെള്ളമില്ലാതെ പുഴയിൽ പോയി തിരുമ്പുകയും അടുത്തുള്ള പൈപ്പുകളിൽ പോയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയും കിണറ്റിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടയ്ക്കാൻ നിയമവശം ഉണ്ടോ അവർക്ക്? ഒഴുകുന്നത് അല്ലെങ്കിൽ ആ വീട്ടുകാരനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല അവർക്കില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതുണ്ട്. അങ്ങനെ കണക്ഷൻ കട്ട് ചെയ്യാൻ പാടില്ല. അതിലേക്കുള്ള അതിനെതിരെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോ കണ്ടല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.